ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സംഭവത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മെറ്റൽ ബീഡ്സിന്റെയും മെറ്റൽ ചാംസിന്റെയും കളക്ഷൻസ് ആയിട്ടാണ്. അതോടുകൂടി നമ്മളെ കുന്തം സ്റ്റോണിന്റെ കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നറും ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം വരുന്നത് നമ്മളെ കുന്തം സ്റ്റോണിന്റെ ഐ ഷേപ്പ് ആണ്. വൈറ്റ് അല്ലേ? ആദ്യം വരുന്നത് വൈറ്റ്. കുറച്ച് വലിയ ടൈപ്പാണ് വൈറ്റില്. ഇത് ഈ സൈസ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കുറച്ചൊരു വലിയ ടൈപ്പ്. ഇതൊരു 8 to 6 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സൈസിന്റെ കറക്റ്റ് അറിയില്ല. ഇപ്പൊ 10 ഗ്രാം 14 റേറ്റ് വരുന്നത്. അതിന്റെ ഗോൾഡ് അതിന്റെ തന്നെ സെയിം സൈസ് ഗോൾഡാണ് വരുന്നത് കേട്ടോ. പിന്നെ സ്ക്വയർ വന്നിട്ടുണ്ട്. സ്ക്വയർ ഗോൾഡും കളേഴ്സ് ഒക്കെ നമ്മളതിൽ അവൈലബിൾ ആണ്. വൈറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10 ഗ്രാം 15 തന്നെയാണ് റേറ്റ് വരുന്നത്. സ്ക്വയർ വൈറ്റ് 10 ഗ്രാം 15 സൈസ്. ഇത് നോർമല് കിട്ടുന്ന അതേ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറെ ആൾക്കാർ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു പിന്നെ കുന്തം സ്റ്റോണാണ്. റൗണ്ട് വൈറ്റും ഗോൾഡും സ്മോൾ ടൈപ്പ്. കുറെ ആൾക്കാർ നമ്മളോട് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ പിന്നെ കുന്തം സ്റ്റോൺ വന്നിട്ടുണ്ടല്ലോ, അത് കിട്ടുമോന്നൊക്കെ. അപ്പൊ അത് നമ്മൾ 2 കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഗോൾഡും വൈറ്റും. സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. എനിക്കൊന്നൊരു 3mm സൈസ് എങ്ങാനാണെന്ന് തോന്നുന്നു. വളരെ ചെറുത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുത്. 3mm അല്ലെങ്കിൽ 2.5mm അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിന് 10 ഗ്രാം 15. അതിന്റെ തന്നെ ഗോൾഡ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 കളേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മളെ മെറ്റൽ ചാംസിന്റെ പുതിയ കളക്ഷൻ. ഇത് മെറ്റൽ ബീഡ്സ്. ഇത് പുതിയതും പിന്നെ റീസ്റ്റോക്ക് ചെയ്ത 2 ഐറ്റംസും ഉണ്ട്. അപ്പൊ അതില് പിന്നെ പുതിയ കളക്ഷൻ ആണ് ഈ ഫ്ലവർ ബീഡ്സ്. മെറ്റലാണ്, കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. ഇങ്ങനെ 4 പെറ്റലായിട്ട് വരുന്നത്. ഇതിന് ഇതാ ഹോള് ഇങ്ങനെ വരുക. 2 ബീഡ്സ് അല്ലേ? ഇതിന് പെർ പീസിന് 4 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ പീകോക്ക് ഇത് മുന്നേ ഉണ്ടായിരുന്നതാണ്. പെർ പീസിന് 3 രൂപയാണ് വരുന്നത്. സിൽവർ. അതിന്റെ തന്നെ ഗോൾഡ് വന്നിട്ടുണ്ട്. ഗോൾഡ് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. പെർ പീസ് 3 രൂപയാണ്. നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് ഈ ചാംസ് വന്നിട്ടുള്ളത്. അതിന്റെ ഹുക്കെല്ലാം നമുക്ക് ലോക്ക് ചെയ്യാം എന്നതിന് ഹുക്ക് ഇതുപോലെ നമുക്ക് ഇടാൻ പറ്റുന്ന, ഇൻവിസിബിൾ ചെയിനിൽ കറക്റ്റ് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പൊ ഇതിന് പെർ പീസിന് 3 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ ലീഫിന്റെ മെറ്റൽ ചാംസ് ഗോൾഡ് ആണ്. ഇതിന്റെ സിൽവർ കിട്ടിയില്ല കേട്ടോ. ഇതും നമുക്ക് വെയിറ്റ് കുറവാണ്. അപ്പോ റേറ്റ് എത്രയാണ്? റേറ്റ് പെർ പീസിന് 1 രൂപ 50 പൈസ. 1 രൂപ 50 പൈസയാണ് റേറ്റ് വരുന്നത്. ഇതും ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പറ്റിയതും ഹാങ്ങിങ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ വന്നിട്ടുള്ളത് 2 രൂപ ഒരു ഷെൽ ടൈപ്പ് ആണ്. കുറച്ച് വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് പെർ പീസിന് 4 രൂപയാണ്. 4 രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത്. നമുക്കിത് കുറെ ഉള്ളത് കൊണ്ട് കറക്റ്റ് റേറ്റ് മനസ്സിലാക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എഴുതി അതിലിട്ടതാണ്. പിന്നെ സ്മോൾ ബീഡ്സ് ആണ്. മെറ്റൽ ബീഡ്സ് തന്നെയാണ്. ബീഡ്സ് എല്ലാം അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ളതാണ് വരുന്നത്. മെറ്റൽ ബീഡ്സ് വെയിറ്റ് കുറവല്ല, കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പെർ പീസിന് 2 രൂപയാണ്. ഇത് 2 രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത്. പിന്നെ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് കുഞ്ഞി മെറ്റൽ ബീഡ്സ് ആണ്. മറ്റേത് റോസ് അല്ല, ഇത് മെറ്റൽ ബീഡ്സ് റോസ് ഫ്ലവർ ടൈപ്പ് ആണ്. ഇതിനും പെർ പീസിന് 2 രൂപ തന്നെയാണ് വരുന്നത്. പെർ പീസിന് 2 രൂപ. പിന്നെ ബട്ടർഫ്ലൈ മെറ്റൽ ബീഡ്സ് ആണ്. ബട്ടർഫ്ലൈന്റെ ബീഡ്സ് ആണ്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്
അപ്പൊ ഇതിന് പെർ പീസിന് 2 രൂപയും 50 പൈസയാണ് വരുന്നത്. 2 രൂപ 50 പൈസ. പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഹാർട്ടിന്റെ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളതാണ്. നല്ല കുഞ്ഞി ഹാർട്ട്. അതിന്റെ എന്തോ ഡിസൈൻ ഉണ്ട്. ഹാർട്ടിന്റെ ഡിസൈൻ തന്നെ. അയ്യോ അതാ അവിടെ വെച്ചിട്ട് ചെയ്യും. കുഞ്ഞി ഹാർട്ടിന്റെ ഡിസൈന്. അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് പെർ പീസിന് 2 രൂപയാണ്. പെർ പീസിന് 2 rupees ആണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ നമ്മുടെ ഷെല്ലില് പേള് വരുന്നത്. ഇത് മുന്നേ ഉള്ളതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. അതിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ആദ്യം നമ്മളെ പേള് എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞി പേളാണ്, ഇത് കുറച്ചൊരു വലിയ പേളാണ്. ഇതിന് 8 രൂപയാണ്. 8 രൂപ മുന്നേ ഉള്ള റേറ്റ് തന്നെയാണ്. പിന്നെ സ്മോൾ ഫ്ലവർ ടൈപ്പിലെ റോസിന്റെ തന്നെ വേറെ മോഡൽ. റോസ് തന്നെ വേറെ കുഞ്ഞി റോസ്. അതിന് 1 രൂപ 50 പൈസ തന്നെയാണ്. ഇത് കുറച്ച് ചെറുതാണല്ലേ. 1 രൂപ 50 പൈസയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈന്റെ വേറൊരു ടൈപ്പ് ബീഡ്സ് തന്നെയാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് പെർ പീസിന് 3 രൂപ 50 പൈസ. ഇത് കുറച്ച് അത്യാവശ്യം ഇതുണ്ട്, വെയിറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ലീഫിൻ്റെത്. ലീഫ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. 1 രൂപന്റെ ലീഫാണ് കേട്ടോ. 1 rupeesന്റെ ചാംസ് ആണ്. ഇത് മുന്നേ ഉണ്ടായതാണ്, അത് റീസ്റ്റോക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ സൺഫ്ലവറിന്റെ ചാംസ് 2 കളേഴ്സ് വന്നിട്ടുണ്ട്. അത് വരുന്നത് സിൽവർ. ഇതൊക്കെ ഇൻവിസിബിൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചാംസ് ആണ് കേട്ടോ. പിന്നെ അതിന്റെ ഗോൾഡ്. ഇതിന് 2 രൂപ 50 പൈസയാണ് റേറ്റ് വരുന്നത്. അപ്പൊ പിന്നെയുണ്ട്, കഴിഞ്ഞിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ്. ഇതൊരു ബോ ടൈപ്പ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചാംസ് ആണ് കേട്ടോ. നമുക്ക് ബ്രേസ്ലെറ്റിനൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചാംസ് ആണ്. ഇതിന് 2 രൂപയാണ്. മുന്നേ ഉള്ള റേറ്റ് തന്നെയാണ്. പിന്നെ ഇതും മുന്നേ റീസ്റ്റോക്ക് ആണ്. ഇതിന്റെ ഗോൾഡ് കിട്ടിയിട്ടില്ല, സിൽവർ മാത്രമേ ഉള്ളൂ. പിന്നെ ബട്ടർഫ്ലൈയും റീസ്റ്റോക്ക് ആണ്. പെർ പീസിന് 2 രൂപ. ഇതിന് 1 രൂപ 50 പൈസയാണ് റേറ്റ് വരുന്നത്. ഇത് 2 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗോൾഡ്. അത് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചധികം ഓർഡർ ചെയ്തതാണ്, പക്ഷെ സ്റ്റോക്ക് ഇല്ല. 1 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഫ്ലവർ മെറ്റൽ ബീഡ്സ്. ഇത് മുന്നേ മെറ്റൽ ബീഡ്സ് ആണ്. മുന്നേ ഉള്ളതാണ്. 4 രൂപയാണ് റേറ്റ് വരുന്നത്. വെയിറ്റ് കൂടിയതിന് റേറ്റ് കൂടും. ഇത് ബട്ടർഫ്ലൈ 3 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ സ്ക്രൂ ലോക്ക് പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ്. 2 രൂപ പെർ പീസ്, 2 രൂപ. പിന്നെ നമ്മുടെ മൈക്രോ പ്ലേറ്റഡ് ഇതിന് പെർ പീസിന് 45 രൂപയാണ് വരുന്നത്. പെർ പീസ് അല്ല, ഈ ഒരു ഇതിന് ഒരു പാക്കറ്റ് ഇപ്പൊ അപ്രോക്സിമേറ്റ് 100 ബീഡ്സ് ആണ് തോന്നുന്നു ഒന്നിലുണ്ടാവുക. മൈക്രോ പ്ലേറ്റഡ് ആണ്, ചായ ബ്രാൻഡാണ് കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു റേറ്റ് ഇട്ടത് കൊണ്ട് നമ്മൾ റേറ്റ് കൂട്ടാത്തതാണ് കേട്ടോ. അടുത്തത് നമ്മളെ മെയിൻ ലാസ്റ്റ് വന്നിട്ടുള്ളത് ചെയിന് സിൽവർ അല്ല, ഒരു ആന്റിക് കളർ വരുന്നതാണ്. പക്ഷെ നമുക്ക് സിൽവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ആന്റിക് അല്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ചെയിൻ തന്നെയാണ്. പിന്നെ അത്യാവശ്യം അങ്ങനെ പെട്ടെന്ന് കളർ അങ്ങനെ ഫെയ്ഡ് ആവുന്ന ഒരു ടൈപ്പ് അല്ല. നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെയിൻ തന്നെയാണ്. ഇതിന് മീറ്റർ റേറ്റ് 14 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് 1 മീറ്ററിനാണ് 14. സാധാരണ നമ്മളോട് പീസ് റേറ്റ് അത് 1 മീറ്റർ ഉണ്ടാവാറില്ല. പക്ഷെ ഇത് 1 മീറ്ററിനാണ് 14 രൂപ റേറ്റ് വരുന്നത്. നമുക്കിത് കൈ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഹാങ്ങിങ് ചെയ്യാം, പിന്നെ മാല മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. മാല ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കുറെ ആൾക്കാർ നമ്മൾക്ക് ഇടയിൽ ജംറിങ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ജംറിങ് ഇടയും ഹെഡ് പിന്നൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാപ്പ് ഉള്ളതാണ്, ചെയിനിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ബ്രേസ്ലെറ്റിനായാലും ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയിൻ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ
ഇന്നലെ ഒരു അബദ്ധം പറ്റിയെന്നാണ്. ഇന്നലെ നമ്മൾ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഗിവ് അവേ വിന്നറിനെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അബദ്ധവശാൽ ആ വീഡിയോ ഡിലീറ്റ് ആയി പോയി. ഡിലീറ്റ് ആയതല്ല, വീഡിയോ എടുത്തു കഴിഞ്ഞ് പിന്നെ ഫോണിൽ നോക്കുമ്പോ അങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അബദ്ധം പറ്റിയതായിരിക്കും. അപ്പൊ അതിൽ ആരൊക്കെയാ വിന്നർ എന്നുള്ളതും നമുക്ക് അറിയില്ല. അപ്പൊ ഒന്നും കൂടി നമ്മള് പിന്നെ പുതിയ വീഡിയോ, വേറൊരു വീഡിയോ എടുത്തതാണ്. ആ ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമ്മളെ വാട്സപ്പ് ചാനലിലൊക്കെ പിന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഇനിയൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഇന്നത്തെ ഗിവ് അവേ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ വീഡിയോ, ലാസ്റ്റത്തെ വീഡിയോ. ആ 5 ആളാണ്. ഇതാണ് നമ്മുടെ വീഡിയോ. 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള ഇതാ വിനിത, ചെരമ്മലോ, ചെരമ്മൽ, ചെരമ്മൽ, പിന്നെ റഹീന, പിന്നെ റഹീന, ഫിസിൻ, പിന്നെ അൻസീറ റാഫി, പിന്നെ അഞ്ജു പ്രനൂപ്. അഞ്ജു പ്രനൂപ് കണ്ടില്ല. അഞ്ജു പ്രനൂപ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 5 ആൾക്കാർ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇനി ഇതില് നമുക്ക് 5 ആള് പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമ്മളത് ക്യാൻസൽ ആക്കുന്നതായിരിക്കും. പിന്നെയും ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.